മിൽമയുടെ എറണാകുളം മേഖലാ യൂണിയനിൽ കടുത്ത അഴിമതിയെന്ന ആക്ഷേപം. റെക്കോർഡ് വരവുണ്ടായിട്ടും മേഖലാ യൂണിയൻ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോവുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. മേഖലാ യൂണിയൻ ചെയർമാന്റെ അഴിമതിയാണ് നഷ്ടത്തിന് കാരണം എന്നാണ് ആരോപണം. മിൽമയുടെ എറണാകുളം മേഖലാ സംഘത്തിന്റെ നേതൃത്വത്തിനെതിരെ കടുത്ത അഴിമതി ആരോപണങ്ങളാണ് അംഗങ്ങൾ ഉയർത്തുന്നത്. മേഖലാ യൂണിയൻ സർവകാല റെക്കോർഡ് പാൽ സംഭരണം കൈവരിച്ചിട്ടും വിപണിയിൽ ഫലപ്രദമായി ഇടപെടുന്നതിന് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു. 12 രൂപ മാർജിനിൽ വിറ്റിട്ട് പോലും ആ മേഖലാ യൂണിയൻ്റെ പ്രവർത്തനം നഷ്ടത്തിൽ പോകുന്നു. ക്ഷീരകർഷകർക്ക് നിലനിൽപ്പിനാവശ്യമായ വില പോലും, ഉൽപ്പാദന ചെലവിന് ആനുപാതികമായ വില പോലും നൽകാതെ ക്ഷീരകർഷകരെ ഉപദ്രവിക്കുന്ന ഒരു നയമാണ് മേഖലാ യൂണിയൻ സ്വീകരിക്കുന്നത്. അഴിമതിക്കാരനെന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടും മേഖലാ യൂണിയൻ ചെയർമാൻ PA ബാലൻ മാസ്റ്റർ ആ സ്ഥാനത്ത് തുടരുകയാണ്. മിൽമയുടെ നിയമാവലി പ്രകാരം മേഖലാ യൂണിയൻ ചെയർമാൻ PA ബാലൻ മാസ്റ്റർ തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മൂക്കന്നൂർ ക്ഷീരോത്പാദന സഹകരണ സംഘം പ്രസിഡന്റ് സാജു പോൾ പറഞ്ഞു. ചെയർമാൻ 2000 TA ഇനത്തിൽ കള്ളബില്ല് ഹാജരാക്കി 21,000 രൂപയുടെ സർചാർജ് അന്നത്തെ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ചുമത്തിയിട്ടുള്ളതാണ്. പുള്ളി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവഗണിച്ച് ബോർഡംഗമായും ചെയർമാനായും തുറന്നിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.